നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അരുമ്പാറ, വാലുണ്ണി, മുട്ടിന് വേദന, കാലിന് തരിതരിപ്പ്, ഷുഗർ മൂലമൊക്കെ ഉണ്ടാകുന്ന ഒരു തരിതരിപ്പ് കാര്യങ്ങളൊക്കെ ശരീരത്തുണ്ടാകാറുണ്ടല്ലോ. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു അത്ഭുത ഔഷധ ചെടിയാണ് ഈ എരുക്കെന്ന് പറയുന്ന ചെടി. ഇത് ഫലപ്രദമായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ചെറിയൊരു കാച്ചിയ എണ്ണയ്ക്കകത്ത് ഇതിൻ്റെ ഒരു ഇല മുക്കിക്കൊണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ഇല കാച്ചിയ ചെറിയ ചൂടാറിയ എണ്ണയ്ക്കകത്ത് മുക്കി നമ്മളുടെ മുട്ടിലോ വേദനയുള്ള ഭാഗത്തോ ചെറുതായിട്ട് ഈ ഒരു 2 ഇലകൾ വെച്ച് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ആ വേദന മാറാനായിട്ടും, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പിൻ്റെ അടിയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ തരിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് മഞ്ഞപ്പൊടിയും ചേർത്ത് തിളപ്പിച്ച വെള്ളം നമ്മളെ വേദനയുള്ള ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞാൽ വേദന മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ, ഇതിനകത്തൊരു കറയുണ്ട്, ഈ കറ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പാലുണ്ണിയും അതുപോലെ കൈകളിലും കാലുകളിലും വിരലുകളിലും ഒക്കെ ഉണ്ടാകുന്ന അരുമ്പാറ, പ്രത്യേകിച്ച് മുട്ട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഭയങ്കരമായിട്ടൊരു വൃത്തികെട്ട ഒരിതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ, മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഒരു വെറുക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് ഈ അരുമ്പാറ. ചില സമയത്തൊക്കെ ഇത് പൊട്ടി വിരിഞ്ഞ് ഈ രീതിയിലൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ പാലുണ്ണിയും ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വൃത്തി ഇല്ലാത്ത രീതിയിൽ, നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തെ കാണുന്ന ഒരു സാധനമാണ് ഈ ഒരു 2 എണ്ണം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതുപോലൊരു ഇല ഒടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഒരു പാൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത്തരത്തിലുള്ള ഇതിപ്പോൾ അരുമ്പാറയാണ്, വലിയൊരു മുഴുത്ത ഒരു അരുമ്പാറയായിരുന്നു. നമ്മൾ 2 പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ ഇത് ചെറിയ തോതിൽ ഇത് ചെറുതായിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ഒരാഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും നമ്മളിത് യൂസ് ചെയ്യണം. അടുപ്പിച്ച് ഒരു 3-4 ദിവസമെങ്കിലും യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അരുമ്പാറ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതേ രീതിയിൽ ഒരു ഇല എടുക്കുകയാണെങ്കിൽ അതിലൊരു കറയുണ്ടാവും. ആ കറ നമുക്ക് അരുമ്പാറയോ പാലുണ്ണിയോ ഉള്ള ഭാഗത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഞാനിപ്പോൾ ഈ അരുമ്പാറയുള്ള ഭാഗത്തോട്ട് ഈ ഒരു പാല് അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾ മറ്റൊരിടത്തും ഇത് പറ്റിക്കരുത് കേട്ടോ. കൈകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വായ്ക്കകത്തോ ഒന്നും പോരുത്. ഇതിന് ചെറിയ വിഷാംശമുള്ള ഒരു സസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആ കറ നമ്മളുടെ എവിടെയാണോ പാലുണ്ണി ഉള്ളത്, അല്ല എവിടെയാണോ അരുമ്പാറയുള്ളത്, ആ ഭാഗത്ത് മാത്രമാണ് നിങ്ങൾ കൊടുക്കാവുള്ളൂ. ഇതിൽ ചെറിയൊരു തരിതരിപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവുക ഇലയിൽ. ഇതിൻ്റെ നീല പൂവുള്ളതാണ് ഏറ്റവും നല്ലത്. ഈ എരുക്കെന്ന് പറയുന്ന സാധനം നീല പൂവുള്ള എരുക്കാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ഈ ഒരു സെലക്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഈ രീതിയിൽ ഇലകളുള്ള ഒരു പൊടി പോലത്തെ ഇലകളായിരിക്കും. പിന്നെ പൂവിന് ഒരു ഇളം നീല കളറായിരിക്കും പൂവിന് വരുന്നത്. ഇങ്ങനെയുള്ള എരുക്കാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഈ എരുക്കിൻ്റെ പാൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കൈകളിലുള്ള അരുമ്പാറയും അതുപോലെ തന്നെ കഴുത്തിലും, കൂടുതലും കഴുത്തിലൊക്കെ ആയിരിക്കും നമുക്ക് പാലുണ്ണി ഉണ്ടാകുന്നത്. പാലുണ്ണിയിലാണെങ്കിൽ പോലും നമ്മൾ ചെറുതായിട്ട് ഇതിൻ്റെ പാല് ഒരു 2-3 തവണ ആ പാലുണ്ണിയിൽ മാത്രം പറ്റുന്ന രീതിയിൽ ഒരു 3-4 തവണ അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും നമ്മളിതുപോലെ പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാലുണ്ണിയും അതുപോലെ നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന അരുമ്പാറയും നശിച്ചു പോകും. ഇതുപോലെ തന്നെ ഇതിന് വേറൊരു നല്ലൊരു ഔഷധ ഗുണമുണ്ട്. നമ്മുടെ മുട്ടിനുണ്ടാകുന്ന വേദനയില്ലേ, മുട്ടിന്, കാൽമുട്ടിന്, കൈമുട്ടിന്, ഇതിനൊക്കെ നമ്മൾ ചെറിയ എണ്ണയിൽ ചെറുതായിട്ട് എണ്ണയൊന്ന് ചൂടാക്കിയിട്ട് ആ എണ്ണയിൽ നമുക്ക് ഈ ഇല 2 ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം വേദനയുള്ള ഭാഗത്ത്, മുട്ടിലാണെങ്കിൽ മുട്ടിൽ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് തുണി ഉപയോഗിച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുട്ടിന് വേദന നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാലിൽ ഈ തരിതരിപ്പൊക്കെ ഉണ്ടാവുമല്ലോ, കാലിന് നമ്മൾ പ്രത്യേകിച്ച് ഷുഗറുള്ള ആളുകൾക്കൊക്കെ കാലിനൊക്കെ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ഒരു ഇല ഇതുപോലെ ചെരുപ്പിനകത്ത് വെച്ചിട്ട് ചെരുപ്പ് ഇട്ടുകൊണ്ട് കുറേ സമയം നടന്നു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരാഴ്ച നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിൻ്റെ വേദന തീർച്ചയായിട്ടും നന്നായിട്ട് മാറും. ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണ ചൂടാക്കിക്കൊണ്ട്, ഇത് ചെറുതായിട്ട് എണ്ണയ്ക്കകത്തിട്ട് ചൂടാക്കി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് കാലിലൊക്കെ പുരട്ടി കൊടുക്കാം. നൈസായിട്ട് ആ എണ്ണ പുരട്ടി കൊടുത്തിട്ട് ആ എണ്ണ പുരട്ടി കൊടുക്കുന്നിടത്ത് ഈ ഇല വെച്ച് കെട്ടിയാലും നമുക്ക് ഫലപ്രദമായിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ വിരളിലൊക്കെ ഉണ്ടാകുന്ന വിരച്ചുറ്റുകളൊക്കെ ഇല്ലേ, വിരച്ചുറ്റുകൾക്കൊക്കെ മഞ്ഞപ്പൊടി ചേർത്ത് ഇതിൻ്റെ ഇല നന്നായിട്ട് ചതച്ചെടുക്കുക. നല്ലപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് നമ്മളെ വിരച്ചിട്ടുള്ള ഏരിയയിൽ ഇത് വെച്ചിട്ട് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ 2-3 തവണ കൊണ്ട് ഒരിക്കലും വരാത്ത രീതിയിൽ നമുക്ക് വിരച്ചിട്ടാണെങ്കിൽ പോലും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ പ്രയോജനപ്രദമായിട്ടും ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് കേട്ടോ ഈ എരുക്ക്. ഇതൊക്കെ കൂടാതെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ഗുണങ്ങൾ അറിയണമെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ, സീ യു.